ലക്ഷദ്വീപിന്റെ സ്നേഹമാണ്, കവരത്തിയിലെ സ്നേഹമാണ് കഴിക്കാൻ പോകുന്നത്. രാത്രി അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ ഇടയിലാണ് ലക്ഷദ്വീപ് കാണാൻ വന്ന നമ്മുടെ ഫ്രണ്ട് റിതു ഫോൺ ചെയ്തിട്ട് വഴിയിലൂടെ പോകുമ്പോൾ ഒരു കല്യാണം കണ്ടുവന്നു. ആ കല്യാണ കാഴ്ചകൾ അടുത്ത് നിന്ന് കാണുമ്പോൾ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ആ ഫോൺ. എന്നെ വിളിക്കാത്ത കല്യാണമായിരുന്നിട്ടും ആദ്യത്തെ മര്യാദയ്ക്ക് ഒരു കുറവും കാണിക്കാത്ത ലക്ഷദ്വീപുകാരെന്ന നിലയിൽ ആര് വന്നാലും സ്വീകരിച്ചിരുത്തും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഋതുവിനെയും കൂടെ വന്നവരെയും കൂടി നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. നമ്മുടെ കല്യാണ ചെക്കന്റെ വീടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ചെക്കൻ പെൺവീട്ടിലേക്ക് പുറപ്പെടാൻ ഈ കോലത്തിലായിരുന്നു ഇറങ്ങുന്നത്. സംഭവം ചെക്കന്റെ ഫ്രണ്ട്സിന്റെ വകയുള്ള പണിയോടുകൂടിയുള്ള വേഷവും സൈക്കിളും എനിക്കും വേറിട്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഫുൾ സെറ്റ് വൈബിലുള്ള കേരളത്തിൽ നിന്നുള്ള ടീമാണെങ്കിൽ ചെക്കന്റെ വൈബ് പിടിച്ച് പാട്ടുപാടി ചെക്കനെ ഇറക്കാനുള്ള വൈബ് സെറ്റാക്കി. ചെക്കൻ പോയ ഉടനെ ചെക്കന്റെ വീട്ടിലെ പന്തലിൽ കയറിയപ്പോഴാണ് കല്യാണ പെണ്ണും മരുമോളെ വിളിക്കൽ പരിപാടിയുമായി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. കേരള ടീമിനെ ഒന്നും നോക്കിയില്ല. പറക്കുന്നളികയിൽ ദിലീപും ഹരിശ്രീയും ചെക്കനെ ഒരുക്കാൻ പോകുന്ന പോലെ പാഞ്ഞു പോയി പെണ്ണിനെയും വിളിച്ചു കൊണ്ടുവന്ന് കോളേജുകളിലെ ബോയ്സ് ഡാൻസ് ഒരുക്കം പോലെ പെട്ടെന്ന് സ്റ്റെപ്പും പാട്ടും പഠിച്ച് ഉപ്പൻ അങ്ങോട്ട് കീച്ചി. കല്യാണ ബഹളം കേട്ട് നാട് കാണാൻ വന്ന ഒരു കണ്ണൂർ ടീമും ഒപ്പം കൂടി. കഴിഞ്ഞപ്പോഴൊക്കെ ചെക്കന്റെ വീട്ടുകാർ എല്ലാവരും കിലാഞ്ചി തിന്നാൻ വേണ്ടി സൽക്കരിച്ചു വേഗമെടുത്ത് കിലാഞ്ചി വിടും. മധുരമുള്ള കിലാഞ്ചിയുടെ കൂടെ നാട്ടുകാരുടെ സ്നേഹം കൂടിയായപ്പോൾ നമ്മുടെ കേരള ട്രാവൽ ടീമിന് പെരുത്ത രുചി അങ്ങോട്ട് തോന്നി. ആദ്യമായി കാണുന്ന ആളായിട്ടും ഉറങ്ങുന്ന മോനെ കണ്ടിട്ടേ നമ്മുടെ സൈനവത്ത പറഞ്ഞു കേട്ടോ. എന്തായാലും കേരളത്തിൽ നിന്ന് വന്ന എല്ലാവരും ലക്ഷദ്വീപിന്റെ ആതിഥ്യ മര്യാദ അനുഭവിച്ചറിഞ്ഞ് ഹാപ്പിയായി വയറ് നിറഞ്ഞാണ് തിരിച്ചുപോയത്. മാത്രല്ല കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ദ്വീപിലെ കല്യാണത്തിൽ ഒപ്പന കളിച്ചു. സെറ്റല്ലേ? നാളെ പോകാൻ അതിനിടയിൽ ഒരു കല്യാണത്തിനും കൂടി കൂടാൻ പറ്റിയത് വളരെയധികം സന്തോഷം.